ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുന്നും പരിപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടി തന്നെ കടുക് കൂടിയിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം, കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുത് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് വള്ളിപ്പയർ ചെറുത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വിളക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചെറുതാവൊന്ന് അരച്ചെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പയർ വേവിച്ചെടുത്തിട്ടുണ്ട്, അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പയറിൽ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉപ്പിടാതെയും വേവിച്ചെടുക്കാം. എങ്കിൽ അത് കണക്കാക്കി ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് തട്ടി ഒരാവി കയറ്റിയെടുക്കാം അടച്ചു വെച്ച്. ആവി കയറ്റിയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഒരു തോരനാണ്. പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.